ചങ്ങായി എന്തൊരു കഷ്ടകാലം, എന്നും കഷ്ടകാലം. എന്ത് ചെയ്തിട്ട് ഒരു ബർക്കത്തുമില്ല, ഒരു ഐശ്വര്യമില്ല. അതിന് നമ്മൾ പടച്ചവനോട് നല്ലോണം അടുക്കണം. ഞാൻ ചെയ്യേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പടച്ചവനോട് അടുത്ത നല്ല ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചാലേ അവരൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കണം. അതിനിപ്പോ പടച്ചവനോട് അടുത്ത ആൾക്കാരെ നമ്മളെങ്ങനെ തിരിച്ചറിയുക? അങ്ങനത്തെ ആൾക്കാർക്ക് വാപ്പ ഉണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല, കൂട്ടവും കുടുംബം ഉണ്ടാവില്ല. എന്നാ ശരി, ഓക്കെ കാണാം. എന്താ ഇവിടെ കിടക്കണോ? ഒന്നുമില്ല. എന്താ പെരയും കൂടിയൊന്നുമില്ലേ? ഇല്ല. അമ്മി വാപ്പിയൊന്നും ഇല്ല നിങ്ങക്ക്? ഇല്ലേ? ആരുമില്ല? ഇല്ല, ആരുമില്ല. ഇപ്പം പറഞ്ഞ ദൈവത്തോട് അടുത്ത ആളും തന്നെ കാര്യം. ജിന്റെ ഒപ്പം പോരെ, ഇവിടെ ആള് മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ജിന്റെ കുടിക്ക് പോരെ. വായിൽ പറഞ്ഞ നിങ്ങൾ ഇവിടെ ഇരിക്കും. ഭക്ഷണം എടുത്ത ഇയാളെ സൽക്കരിച്ചാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. നിങ്ങൾ ഈ ദിവസം ഓരോരുത്തരെ കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുക പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഇല്ല. ഞാൻ എവിടെ ഈ ഭക്ഷണം എടുത്ത് കൊടുക്കണേ? ഇല്ലത് എന്താ എടുക്ക, ഞാൻ സാധനം മേടിച്ചിട്ട് വരാം. അന്ന് പെരയിട്ട് ഓൽക്ക് നിങ്ങളെ കിട്ടിക്കണേ. എന്തരാ അപ്പൊ നിങ്ങൾ ഒന്നും അറിയാതെ ഓൽപ്പാണ് പോന്നിക്കുക. എന്റെ ഭർത്താവേ ദിവസം ഓരോരുത്തരെ കൊണ്ട് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും. അവിടെ ഇരിക്കുന്ന ആ ഒലക്കാണ്ടങ്ങള് അത് എടുത്തുങ്ങാണ്ടേ തലക്കടിച്ച് കൊല്ലലാണ് ഓല പരിപാടി. എനിക്കൊന്നും എന്റെ അയാൾ പോയി. ഇപ്പൊ എന്തെങ്കിലും അയാളോട് പറഞ്ഞോ? അയാൾ എന്തെന്നോട് പറഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയോ? എന്താ പറഞ്ഞു? ആ ഇരിക്കണ ഒലക്ക അയാൾക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കൂല. എന്ത് പണിയാ ചെയ്തത്? ആ ഒലക്ക അയാൾക്കാണ് കൊടുത്തുവിടാഞ്ഞോ? അയാൾ അത്രയും പഠിച്ചോന്നത് അടുത്ത ആളായിരുന്നു. ആ ഒലക്കക്ക് പകരം 100 ഒലക്ക കിട്ടിയിരുന്നു. കുടിയിലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു. ഇല്ല ഒലക്ക അയാൾക്ക് കൊടുത്താല് പിന്നെ എന്തൊലക്കും കൂടെ ഞാൻ അതിലിരിക്കുക. ഒലക്കങ്ങൾ കൊണ്ടുപോയിക്കോളൂ. പെണ്ണുങ്ങൾ പലതും പറയും. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഒലക്ക. ഒരു ഒലക്കത്തിന് വേണ്ടിയിട്ട് അയാൾ തെറ്റിപ്പോയില്ല. വന്ന ഐശ്വര്യം പെണ്ണുങ്ങളായിട്ട് തട്ടിത്തെറിപ്പിച്ചു.